നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 28-ാം തീയതി, 1200-ാം ആണ്ട് മകരമാസം 15-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്ന് ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് പൂരാടൻ നക്ഷത്രമാണ്. ഇപ്പോൾ പൂരാടൻ നക്ഷത്രത്തിലാണ് നമുക്കിന്ന് ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഉദിച്ച നക്ഷത്രം പൂരാടമാണ്. അത് കഴിഞ്ഞ് ഉത്രാട നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. പൂരാടവും ഉത്രാടവും അത്ര നെഗറ്റീവായ നക്ഷത്രങ്ങളല്ല, ശുഭനക്ഷത്രങ്ങളാണ്. പക്ഷേ ഇന്ന് ആഴ്ച ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം കൊള്ളാം എങ്കിലും ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ആഴ്ചയുടെ നെഗറ്റീവ്സ് ആ ദിവസം ത്രൂ ഔട്ട് നിൽക്കും. ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് ശത്രുഗ്രഹമാണ്, അതുപോലെ അപകട സാധ്യത ഒക്കെ കൊടുക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നല്ല ശ്രദ്ധാലുവായിരിക്കണം. പ്രത്യേകിച്ച് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ശത്രുത ഉണ്ടാവാൻ ഇടയുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ചായിരിക്കണം അവരുമായിട്ട് ഇടപെടാൻ. അത് മേലുദ്യോഗസ്ഥരോട് കീഴുദ്യോഗസ്ഥർ സംസാരിച്ചാലും ശരി, മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരോട് സംസാരിച്ചാലും ശരി, നമ്മൾ പറയുന്നത് അവർ ആ സെൻസിലെടുക്കാതെ വരും. അപ്പോൾ നമ്മൾ ആ ശത്രുതയ്ക്ക് വഴിതെളിക്കും. അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അല്ല എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് ഷൗട്ട് ചെയ്താലും നമ്മൾ കാര്യമാക്കാതെ അങ്ങ് പോയാൽ മതി. എന്തെങ്കിലും പ്രതികരിക്കാൻ പോയാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർ മനസ്സിലാക്കി ഞാൻ ഇന്നലെ പറഞ്ഞത് പോയത് വളരെ മോശമായിപ്പോയി എന്ന് അവർ പിന്നീട് പശ്ചാത്തപിക്കും. നമ്മളപ്പോഴേ പ്രതികരിക്കുകയാണെങ്കിൽ അത് വൈരാഗ്യത്തിന് വഴിതെളിക്കും. ചിലപ്പോൾ തന്നെ നമ്മളെ പല ജോലിയിലൊക്കെ പ്രൊമോഷനോ അതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ വരുന്നത്. ബർത്ത്ഡേ രാവിലെ മാത്രമേ പൂരാടമുള്ളൂ. അത് കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രമാണ്. ബാക്കി ഫുൾ ടൈം ഉത്രാട നക്ഷത്രം നിൽക്കും. ഏകദേശം ഇവിടെ ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ, രാവിലെ 9 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഉത്രാട നക്ഷത്രം ആരംഭിക്കും. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ചിന്തിക്കുമ്പോൾ, ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷവും നിങ്ങൾക്കത്ര നല്ലതല്ല. കാരണം ചൊവ്വ എന്ന് പറയുന്നത് വാർഷിക ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകാനിട വരും. പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ട്, പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ, തടസ്സങ്ങൾ, കേസ് വഴക്കുകൾ, ബൗണ്ടറി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ സമയത്ത് ഭൂമി വല്ലതും വാങ്ങുകയാണെങ്കിലും ആ പ്രമാണമൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. അതുപോലെ സാമ്പത്തിക ഇടപാടുകളിലും സൂക്ഷിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. ഇതൊക്കെ നമുക്ക് വരാനിടയുള്ളത് കൊണ്ട് ദോഷത്തെ അതിജീവിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രധാനമായി പ്രാർത്ഥനാനിരതരായിരിക്കണം. ഒപ്പം നമുക്ക് സമയദോഷമാണെന്നുള്ള ചിന്താഗതി നമ്മളെ മനസ്സിലുണ്ടാവണം. വണ്ടി ഓടിക്കുമ്പോഴും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അസമയത്തുള്ള യാത്രകളാകലും ഒഴിവാക്കുക. ഒക്കെ കുറച്ച് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ നമുക്ക് കണ്ണിന് വരുന്ന പിരിയത്താക്കി ദൈവം തരും. അതിനൊപ്പം തന്നെ മുരുക ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതിനൊപ്പം തന്നെ ശരിക്ക് നമ്മൾ ഒരു മുരുക യന്ത്രം, സുബ്രഹ്മണ്യ സ്വാമിയുടെ യന്ത്രം ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടി ധരിക്കണം. അപ്പോൾ നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം പൊതുവേ കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം കൂടി നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. അപകടമൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞു, ദിവസമാണെന്ന് പറഞ്ഞു. അതൊന്നും വരാതിരിക്കാൻ വേണ്ടി രാവുകാല സമയം 3:33 തൊട്ട് 4:58 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ ഗുളികകാല സമയം 12:37 തൊട്ട് 2:04 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 9:44 തൊട്ട് 11:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം 12:13 തൊട്ട് ശരിക്ക് 1 മണി 1 മിനിറ്റ് വരെയാണ്
48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതേപോലെ നമ്മളിന്ന് ഓരോന്നിന് പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറിലുള്ള വസ്ത്രമോ അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം അത് പ്രപഞ്ചത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും നമ്മളിലുള്ള നെഗറ്റീവിനെ പുറന്തള്ളാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.